ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലപ്പുറത്ത് നിന്ന് വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇപ്പൊ ഞാൻ വീട്ടിൽ വന്ന് കയറുന്ന ഇതാണ്. വീട്ടിന്റെ ഇവിടെ വന്ന് ഗേറ്റിന്റെ അവിടെ വന്ന് ഞാൻ വണ്ടി ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറുകയാണ്, പരിക്കകത്തോട്ട് കയറുകയാണ്, വീടിന്റെ മുറ്റത്തോട്ട് കയറുകയാണ്. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. അതുപോലെ അപ്പിടി പായലും പോളയും ഒക്കെ വന്ന് മുറ്റവും പറമ്പും എല്ലാം ആകെ വൃത്തികേടായി കിടക്കുക. ഇനി കുറച്ച് പണി, ഏതായാലും ഒരു 4-5 ദിവസം നല്ല പണിയുണ്ട്. കാരണം ഈ പോളയെല്ലാം ആദ്യം ഈ പറമ്പിലൊക്കെ കയറിയ മുറ്റത്തൊക്കെ കയറിയ പോള നീക്കം ചെയ്യണം. അതിനുശേഷം ഇപ്പം ആദ്യമേ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ വീട്ടിനകത്തേക്ക് കയറുകയാണ്. വീടെല്ലാം വൃത്തിയാക്കണം. അതായത് ലോഷനൊക്കെ ഒഴിച്ച് നല്ല ഉരച്ച് കഴുകി ക്ലീനാക്കി എടുക്കണം. അതാണ് ആദ്യത്തെ പണി. അതിനുശേഷം വേണം പറമ്പിലെ കാര്യങ്ങളൊക്കെ നാളെ മുതൽ ചെയ്യാം. ഇന്നിപ്പം പെരയിൽ വൃത്തിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ വന്നത്, വീട്ടിൽ ലോഷനൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇനിയും തപ്പിയെടുക്കണം. കാരണം വെള്ളമായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു, മുകളിലൊക്കെ കയറ്റി വെച്ചേക്കുമായിരുന്നു. ലോഷനൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉരയ്ക്കുന്ന 1-2 സാധനവും അതൊക്കെ മേടിച്ചിട്ടുണ്ട് വൃത്തിയാക്കാനായിട്ടുള്ള. പിന്നെ അതേ ബാഗൊക്കെ കണ്ടില്ലേ, ബാഗ് ഒക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ കണ്ടില്ലേ നമ്മുടെ അവസ്ഥ, കുട്ടനാട്ടുകാരുടെ അവസ്ഥ കണ്ടില്ലേ. ഈ വെള്ളം കയറുന്ന വീട്ടുകാരുടെയൊക്കെ അവസ്ഥ ഇതാണ്. വല്ലാത്ത സങ്കടമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പം വന്ന് കയറിയപ്പോൾ ഒരുപാട് സങ്കടമാണ്. കാരണം എന്റെ പച്ചക്കറികളെ, എന്റെ പൂന്തോട്ടവേ, അതുപോലെ എന്റെ കുറെ തെങ്ങ്, വാഴ, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ കറിനാരിങ്ങ, അതെല്ലാം പോയി. സങ്കടം തോന്നുന്നു. പിന്നെ റംബുട്ടാൻ കായ്ച്ചു നിന്ന് അതെല്ലാം വാടി. റോസ ഉണ്ടായിരുന്നു, അതൊക്കെ പോയത് സങ്കടം വരുന്നു. പിന്നെ ആന്തൂര്യം അതൊക്കെ പോയി. കഷ്ടം. പിന്നെ പെരയ്ക്കകം, അതാണ് ഏറ്റവും സങ്കടം. മുറ്റമൊക്കെ പിന്നെ നമുക്ക് പോട്ടെ, 2-3 മഴ പെയ്യുമ്പോ ഒക്കെ പതുക്കെ ക്ലീൻ ആകുന്നെങ്കിലും വരാം. പെരയ്ക്കകം എന്ത് ചെയ്യും, നമുക്ക് വൃത്തിയാക്കാതെ കയറി കിടക്കാൻ പറ്റുമോ? നല്ലപോലെ ഉരച്ച് കഴിയണം. അപ്പൊ ഞാൻ അതിന്റെ ഉള്ള പരിശ്രമത്തിലാണ്. അപ്പോ എന്റെ അച്ചാച്ചയമ്മയും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചാച്ചയമ്മയും പെങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വേണം അവരെ വണ്ടിയേക്കാരെ വന്ന് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. അപ്പോ അല്ലെങ്കിൽ പിന്നെ അവരിവിടെ വന്ന് ഈ തണുപ്പത്ത് നിൽക്കണ്ടേ. അത്രയും നേരം പുറത്ത് ഞാൻ ക്ലീൻ ചെയ്തിടം വരെ നല്ല പണിയുണ്ട്. ഒരു 5-8 മണിക്കൂറെങ്കിലും നല്ല പണി ചെയ്താലേ തീരത്തുള്ളൂ. അപ്പൊ ഞാൻ എന്റെ പണികളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതാണ് കുട്ടനാട്ടുകാരുടെ അവസ്ഥയെന്ന് മനസ്സിലാക്കുക. ഇത് ഒരു വെള്ളം മാത്രമല്ല, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസം ദുരിതം തന്നെ. ചിലപ്പോൾ 2, 3, 4 പ്രാവശ്യം വെള്ളം കയറും. ഈ കയറുമ്പോൾ ഇതുപോലെ തന്നെ വന്ന് ക്ലീൻ ചെയ്യും. പിന്നെ അത് ക്ലീൻ ചെയ്തൊന്ന് സെറ്റായി വരുമ്പോൾ അടുത്ത വെള്ളം കയറും. പിന്നെ ഇത് തന്നെ. അതാണ് സങ്കടം. ഏതായാലും ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. അതൊക്കെ കഴിഞ്ഞേ ഫുഡ് കഴിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ മനസ്സിന് ഭയങ്കര സങ്കടം. എന്റെ എല്ലാ പച്ചക്കറിയൊക്കെ പോയി. എത്ര രൂപയ്ക്ക് വെച്ച ആന്തൂര്യവും അതുപോലെ ഓർക്കിഡ്, അങ്ങനെയുള്ള ചെടി, റോസ, എനിക്ക് സങ്കടം വന്നിട്ട് പോയി. അതൊക്കെ പിടിച്ചെടുക്കാനായിട്ടൊക്കെ പാട്. പിന്നെ കുറെ നല്ല കണ്ണാടി ചെടികൾ, അങ്ങനെയുള്ള ചെടികൾ, വെറൈറ്റി ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. പയറ്, പാവല്, വെണ്ട, പടവലം അതൊക്കെ പോയി. പിന്നെ എന്റെ കറുനാര, എന്റെ പിന്നെ ഓർക്കാൻ വയ്യ. അപ്പോൾ ഞാൻ എന്റെ വർക്കുകളൊക്കെ തുടങ്ങട്ടെ. അപ്പോൾ എന്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ പണി ഡ്രസ്സൊക്കെ ഇട്ട് എന്റെ വർക്കൊക്കെ തുടങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം. ഇത് കണ്ടോ, ഇതൊക്കെ റൂമില് വെള്ളം കുറച്ച് ഞാൻ ഒഴിച്ചിട്ട്, കാരണം ഇത് കഴുകി കളയണം. ഗ്രാവല കണ്ടോ, കാണാവോ? ഇതൊക്കെ ഞാൻ സാധനങ്ങളൊക്കെ പൊക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ കണ്ടോ, എന്നിട്ടാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. കണ്ടോ, ഇതെല്ലാം മൊത്തം ഇവിടെ എല്ലാം വെള്ളം കയറി. പെരക്കകത്തെല്ലാം എല്ലാ മുറിയിലും റൂമിലും വെള്ളം കയറി. മറ്റേ റൂമില് ഗ്യാസ് കുറ്റിയൊക്കെ വീണ് കിടക്കുന്ന കേട്ടോ, വെള്ളം കയറിയിട്ട്. കണ്ടോ, ഞാൻ ഈ സാധനങ്ങളൊക്കെ മേശയുടെ പുറത്തൊക്കെ ഇങ്ങനെ വെച്ച് ബെഡൊക്കെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു. അല്ല എന്താ ചെയ്യാ. ഇത് കണ്ടോ, എല്ലാ സാധനങ്ങളും വെള്ളം കയറി. ഇത് ചെള്ള കണ്ടോ, ഗ്രാവല. ഇതാ മീൻ ഓടുന്ന കേട്ടോ, മീനൊക്കെ ഉണ്ട്. കണ്ടോ, മീന് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് കുഞ്ഞു മീൻ കണ്ടോ, കണ്ടോ ഓടുന്ന കാണാവോ? അതൊക്കെ കുഞ്ഞു മീനുകളാ. ഈ റൂമിൽ വെള്ളം കയറിയപ്പം കയറിയതാ. അതാണ്ട് കുറെ ഉണ്ട് കേട്ടോ മീനുകളൊക്കെ. ഇനി ഇതിന്റെ അടിയിലൊക്കെ വല്ലതും ഉണ്ടോ എന്ന് ഇനി നോക്കണം. ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം കിടപ്പുണ്ട്, അപ്പം മീനൊക്കെ കാണും. പിന്നെ ഇത് കണ്ടോ, ഇനിയിപ്പം 3 റൂമോട് കിടപ്പുണ്ട്. ഇതാ തിണ്ണയുടെയൊക്കെ കളറുണ്ട്. ഇതൊന്നും തോന്നരുത് കേട്ടോ. ഇത് ഞാൻ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നു. ഇനി ഇതൊക്കെ കിടക്കുക. ഇത് കണ്ടോ,
ഇതൊക്കെ ചെളിയാണ്. ഇനിയും ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പൈപ്പിൽ നിന്ന് ഞാൻ വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കുതിരണം. ഞാൻ കുറച്ചിങ്ങനെ കണ്ടോ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ചൂലിനൊക്കെ ഇങ്ങനെ ഉരച്ച് കൊടുക്കണം. കുറേ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇളകി പൊക്കോളും. പിന്നെ ലോഷനൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ഇളക്കി അടിച്ചടിച്ച് കൊടുത്തിട്ട് ലോഷൻ ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പം 2 കുപ്പി തീർന്നു ലോഷനെ. ഇത് കണ്ടില്ലേ, 2 കുപ്പി തീർന്നു. അതിങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇത് സോപ്പ് പൊതയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇളകും. എന്നിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇത് കണ്ട ഇങ്ങനെ ക്ലീനാക്കി എടുക്കണം. കുറേ പണിയുണ്ട്. ഇത് കണ്ട അപ്പിടി ചെളിയാ, നല്ല പണിയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മണിയായി, കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി കുതിർന്ന് കഴിയുമ്പോൾ ഇതെടുത്തിട്ട് ഇട്ട് ഉരച്ചൊരച്ച് ഇതാദ്യം ചൂലുകൊണ്ട് അടിച്ചിട്ട് വേണം ഇതിട്ട് ഉരയ്ക്കാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് പണി കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയും കിടക്കുക. ഇതെല്ലാം വെള്ളം കയറി അങ്ങനെയൊക്കെ പായലുമായി എല്ലാമായി. ഇനിയിപ്പം പണിയൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഞാൻ രാവിലെ കയറി വന്നപ്പോൾ, രാവിലെ 10 മണിയായപ്പം കയറി വന്നപ്പം ഈ സ്റ്റെപ്പൊക്കെ കിടക്കുന്ന കാണിച്ചില്ലായിരുന്നോ? ആകെ ചെള്ള പിടിച്ച് ഈ നല്ല ചുമന്ന കളർ എക്കലാണ്, അതായത് ഗ്രാവല് അത് ഈ വെള്ളപ്പൊക്കത്തിന് ഒഴുകി വന്ന് പെരയ്ക്കകം എല്ലാം കയറി പെരയ്ക്കകത്തുണ്ട്. ഈ സ്റ്റെപ്പേലും ഇപ്പം സ്റ്റെപ്പൊക്കെ കണ്ടോ ഉരച്ച് നല്ല ടിപ്പാക്കി. മുറ്റമൊക്കെ ഞാൻ കുറച്ച് വൃത്തിയാക്കി. സ്റ്റെപ്പെല്ലാം വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് റൂമൊക്കെ നല്ല അടിപൊളി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കണ്ട അടിപൊളി നല്ല സ്റ്റൈല് ഇതാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലൊന്നും കുഷ്യനൊന്നും ഇട്ടിട്ടില്ല, കാരണം പണി തീർന്ന് എടുത്ത് ഇത് ഇനിയും കിടക്കുമോ. 2 റൂം കൂടെ ക്ലീൻ ചെയ്യാൻ കിടക്കുമോ. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് 4:30 വരെയായി, ഇതുവരെയും തീർന്നില്ല. ഇത് കണ്ടോ, ബെഡൊന്നും എടുത്തിട്ടിട്ടില്ല. ഇങ്ങനെ നമ്മൾ സെറ്റാക്കി വരുന്നേ ഉള്ളൂ. എല്ലാം നല്ല നോക്കി എങ്ങനെ കിടന്നതാ, അങ്ങ് ഗ്രാവല് പിടിച്ച് ചുമന്ന് കിടന്ന സാധനം. ഇവിടെ എല്ലാം നല്ല ക്ലീനാക്കി. അടുത്ത റൂമിലും ഒക്കെ എല്ലാ റൂമിലും ഞാൻ നല്ല പണിയുണ്ടായിരുന്നു. അടുത്ത റൂമിലും ഒക്കെ നല്ല അങ്ങോട്ടൊക്കെ. ഇനിയും കിടക്കുന്നത് എൻ്റെ പൊന്നെ, ഇനിയുള്ള 2 റൂമും കിടപ്പുണ്ട്. അതുപോലെ ഒരു തിണ്ണയും കിടപ്പുണ്ട്. അതാണ് കണ്ടോ, ഇത് കണ്ടോ ചെളി കണ്ടോ, ഇത് കണ്ടോ ചെളി കണ്ടോ. ഇതൊക്കെ ഉരച്ച് കഴുകണം. ഇത് നല്ല ചെളിയാ കണ്ടോ, വെള്ളം കയറി കിടന്നതിൻ്റെ. അപ്പുറത്തെ റൂമിലൊക്കെ ഉണ്ട്. ഞാൻ ബക്കറ്റൊക്കെ എടുത്ത് ഞാനിവിടെ ഇതെല്ലാം ഞാൻ സാധനം എല്ലാം പൊക്കി വെച്ചിരിക്കുക. ഇനി പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം ഇനിയിപ്പം പണി തീർന്നാലേ എനിക്ക് ഇതെല്ലാം എടുത്തു വെക്കാൻ പറ്റുള്ളൂ.